ഭൂമിയിലെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന പേര് ബെർമുഡ ട്രയാങ്കിൾ. പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒന്നാണിത്. ഈ നിഗൂഢ മേഖലയെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ: അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡ, ബെർമുഡ, പ്ലൂർട്ടോറിക്കോ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഭാഗമാണിത്. ഇവിടെ നടക്കുന്ന അസ്വാഭാവിക സംഭവങ്ങൾ കാരണം ഇതിനെ ഡെവിൾസ് ട്രയാങ്കിൾ എന്നും വിളിക്കുന്നു. എന്താണ് ഇതിനെ നിഗൂഢമാക്കുന്നത്? 100-ലധികം കപ്പലുകളും വിമാനങ്ങളും ഈ മേഖലയിൽ വെച്ച് യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഈ പരിധിയിൽ പ്രവേശിക്കുമ്പോൾ വിമാനങ്ങളിലെയും കപ്പലുകളിലെയും കോമ്പസുകൾ തെറ്റായ ദിശ കാണിക്കുകയും ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്നു. ഫ്ലൈറ്റ് 19 1945 അമേരിക്കൻ നാവികസേനയുടെ 5 ബോംബർ വിമാനങ്ങൾ ഈ ഭാഗത്ത് വെച്ച് കാണാതായത് ലോകത്തെ ഞെട്ടിച്ച വലിയൊരു സംഭവമായിരുന്നു. തിരിഞ്ഞുപോയ വിമാനവും പിന്നീട് തിരിച്ചു വന്നില്ല. ശാസ്ത്രീയ നിഗമനങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ, ഭൂതപ്രേത കഥകൾക്കും ഏലിയൻസിനും അപ്പുറം ശാസ്ത്രം ഇതിന് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. കടലിനടിയിലുള്ള മീഥെയിൽ നിക്ഷേപം പൊട്ടിത്തെറിക്കുന്നത് കപ്പലുകളുടെ പ്ലവനക്ഷമത കുറയ്ക്കുകയും അവ പെട്ടെന്ന് മുങ്ങിപ്പോകാൻ കാരണമാവുകയും ചെയ്തേക്കാം. 100 അടിയിലധികം ഉയരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഭീമൻ തിരമാലകൾ കപ്പലുകളെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ദിശ നിർണയത്തെ ബാധിക്കുന്നുണ്ടാകാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ആധുനിക പഠനങ്ങളും പറയുന്നത് ബെർമുഡ ട്രയാങ്കിളിലെ അപകടകരമായ നിരക്ക് ലോകത്തെ മറ്റ് തിരക്കേറിയ സമുദ്രങ്ങളെ അപേക്ഷിച്ച് അസ്വാഭാവികമായി കൂടുതലല്ല എന്നാണ്. പലപ്പോഴും കാലാവസ്ഥയും മനുഷ്യസഹജമായ പിഴവുകളുമാണ് വില്ലനാകുന്നത്.